മഹാരാഷ്ട്രയിൽ മഹാസഖ്യത്തിൽ ഭിന്നത. ഉദയ് വിഭാഗവും ശിവസേനയും മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയും സഖ്യമായി മത്സരിക്കാൻ തീരുമാനം. ഉദയ് താക്കറെയുടെയും രാജ് താക്കറെയുടെയും സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം. മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പ്രഖ്യാപനം. സജു കൊണ്ട് വിവരങ്ങൾ നൽകാനായി. സജു, ഈ മഹാസഖ്യത്തിലെ ഭിന്നത അത് തെരഞ്ഞെടുപ്പിനെ ഏത് തലത്തിലായിരിക്കും അവിടെ പ്രതിഫലിക്കാൻ പോകുക? ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? നമുക്കറിയാം, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ അവിടെ BJPക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ മഹാസഖ്യം അവിടെ നേരിടുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് മുനിസിപ്പൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ ഒന്നിക്കാൻ വേണ്ടിയുള്ള നീക്കം ഇപ്പോൾ അതായത് മഹാരാഷ്ട്രയിലെ വിവിധ പാർട്ടികൾക്കിടയിലുള്ള ഭിന്നതകൾ പരിഹരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ താക്കറെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. 2005 ശേഷം ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഏകദേശം 20 വർഷങ്ങൾക്കിപ്പുറമാണ് താക്കറെ സഹോദരങ്ങൾ ഒന്നിക്കുന്നത്. രാജ് താക്കറെയും അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെയും ഒരേ വേദി പങ്കിട്ടുകൊണ്ട് വന്നത് ഈ മാസം അല്ലെങ്കിൽ ഈ വർഷം ജൂലൈ മാസത്തിലായിരുന്നു അവരുടെ പിണക്കം മറന്നുകൊണ്ട് ഒരേ വേദിയിൽ പങ്കിട്ടത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലായിട്ട് ഇന്നാണ് ഇപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇരു പാർട്ടികളും സംയുക്തമായിട്ട് മത്സരിക്കുമെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത മാസമാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഇന്നിപ്പോൾ ഇരു നേതാക്കളും ഒരേ വേദിയിൽ വന്ന് സഖ്യമായി മത്സരിക്കാൻ വേണ്ടിയുള്ള തീരുമാനം പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള പ്രതിസന്ധികൾ മഹാരാഷ്ട്രയിലെ മഹാസഖ്യം നേരിടുന്നുണ്ട്. BJP വലിയ തോതിൽ അതോടൊപ്പം തന്നെ ഷിൻഡെ വിഭാഗവും വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയെ പിടിച്ചു നിർത്തുക, പ്രത്യേകിച്ച് ജനങ്ങളുടെ ഒഴുക്കിനെ കുറയ്ക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആശങ്കയായിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ തോതിൽ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇതിന് മുന്നോടിയായിട്ട് തന്നെ ആരംഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും സംയുക്തമായിട്ട് മത്സരിക്കാൻ വേണ്ടിയുള്ള തീരുമാനമായിരിക്കുന്നത്. രാജ് താക്കറെയും അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഭിന്നത മറച്ചുവെച്ചുകൊണ്ട് താക്കറെ വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെയും പരിഹരിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലെ മറാത്തി വികാരം ഇളക്കി വിട്ടുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. മഹാസഖ്യത്തിൽ വലിയ തോതിൽ പ്രതിസന്ധികൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പാർട്ടികൾക്ക് ആവാഞ്ഞത്. അത് മനസ്സിലായിക്കൊണ്ടാണ് പുതിയ ഒരു മുന്നണിക്ക് അല്ലെങ്കിൽ പുതിയ ഒരു പാർട്ടി തന്നെ രൂപീകരിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ ഇരു നേതാക്കളും ഇറങ്ങിയിരിക്കുന്നത്. രണ്ട് പാർട്ടികളും സംയുക്തമായിട്ട് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ ശിവസേനയും സംയുക്തമായിട്ട് മത്സരിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ ആയിരിക്കുന്നത്.